ഹലോ, ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സ്ഥലം രാജസ്ഥാനിലെ ജയ്സാൽമീർ ആണ്. ഏപ്രിൽ അവസാനത്തെ വീക്കിലാണ് ഞങ്ങളിവിടെ എത്തുന്നത്. ഇവിടെ ഇപ്പോൾ ഓഫ് സീസൺ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തുടങ്ങാനിരിക്കുക എന്നുള്ള വാർത്തയും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. പക്ഷേ നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, ഞങ്ങളെല്ലാം വളരെ ധൈര്യശാലികളാണ്. ഇത്തരത്തിലുള്ള അവരുടെ സംസാരം ഞങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസമുണ്ടാക്കി. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടുകൂടി ജയ്സാൽമീർ യാത്ര തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഓഫ് സീസൺ ആയതിനാൽ മിക്ക ഹോട്ടലുകളും ഒഴിഞ്ഞുകിടക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് പോലും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഗൈഡിനോട് ആദ്യം ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങളുടെ ഗൈഡ് മിസ്റ്റർ സിംഗ് വളരെ ശാന്തനും സൗമ്യനും നല്ല മനുഷ്യനുമായിരുന്നു. അദ്ദേഹം ഞങ്ങളെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കൂടാതെ ഒരു ലോക്കൽ ജയ്സാൽമീർ സ്വീറ്റ് കൂടി പരിചയപ്പെടുത്തി. വളരെ രുചിയുള്ളതായിരുന്നു. ഇവിടെ കനത്ത ചൂടായതിനാൽ തന്നെ കുട്ടികൾക്ക് ഒരു വാട്ടർമെലൺ ജ്യൂസ് കുടിച്ചാൽ കൊള്ളാമെന്നായി. അവിടത്തുകാർക്ക് ഇത്തരത്തിലുള്ള ഒരു ജ്യൂസ് അത്ര പരിചിതമല്ലാത്ത ഒന്നായിട്ടുകൂടി ഗൈഡിൻ്റെ സഹായത്തോടുകൂടി ഞങ്ങൾക്കത് ലഭിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ കോട്ടയിലേക്ക് പോയി. ഓട്ടോറിക്ഷയിലായിരുന്നു യാത്ര. കോട്ടയുടെ ആദ്യ കവാടത്തിലെത്തി. ഇത് ഇന്നും ആളുകൾ താമസിക്കുന്ന ലോകത്തിലെ തന്നെ വളരെ കുറച്ച് ഫോർട്ടുകളിൽ ഒന്നാണ്. കോട്ടയ്ക്കുള്ളിൽ കടന്നപ്പോൾ ആദ്യം കണ്ടത് രാജദർബാർ പോലെയുള്ള ഒരു സിറ്റിംഗ് ഏരിയ ആണ്. ഇതാണ് പുരാതന കാലത്ത് രാജാവ് പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടിരുന്ന സ്ഥലം. രാജാവിൻ്റെ മുമ്പിൽ ഉദ്യോഗസ്ഥർ, ജനങ്ങൾ എന്നിവർ എത്തി അവരുടെ പരാതികളും ആവശ്യങ്ങളും അവതരിപ്പിക്കാറുണ്ടായിരുന്നു. Inside, queens can see outers easily, but outers cannot see. Nowadays, these palaces have been converted in museum. Okay. Where they take. ഈ ദർബാർ ഹാൾ വലിയൊരു തുറസായ ഇടമാണ്. മഞ്ഞ മണൽക്കല്ലിൽ കൊത്തിപ്പണിത അലങ്കാരത്തൂണുകൾ, മേൽക്കൂരയിൽ മനോഹരമായ രൂപങ്ങൾ, വശങ്ങളിലായി ജനങ്ങൾക്ക് ഇരിക്കാൻ ഇടങ്ങൾ, ഇവയെല്ലാം ഇന്നും കാണാം. രാജാവ് ഇരുന്നിരുന്ന പ്രധാന സിംഹാസന സ്ഥാനവും ഇവിടെ തന്നെയുണ്ട്. അതിനുശേഷം ഞങ്ങൾ ജൈൻ ക്ഷേത്രത്തിലേക്ക് നീങ്ങി. ജയ്സാൽമീർ കോട്ടയ്ക്കുള്ളിലെ ജൈന ക്ഷേത്രങ്ങൾ വളരെ പ്രശസ്തമാണ്. ഇവ 12-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചവയാണ്. ഇവിടത്തെ ക്ഷേത്രങ്ങൾ പ്രധാനമായും ജൈനമതത്തിലെ തീർത്ഥാടകർക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. സൂക്ഷ്മമായ ശില്പകല, മഞ്ഞ മണൽക്കല്ലിൽ ചെയ്ത കൊത്തുപണികൾ, അതീവ മനോഹരമായ പാളികളോടെ നിർമ്മിച്ച തൂണുകൾ, ഇവയെല്ലാം തന്നെ കാണുന്നവരെ വിസ്മയിപ്പിക്കും. ജൈന ക്ഷേത്രങ്ങളുടെ ഭിത്തികളിലും തൂണുകളിലും പുരാണ കഥകളും ദൈവങ്ങളുടെ പ്രതിമകളും കൊത്തിയിട്ടുണ്ട്. ഇവിടത്തെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രം പർശ്വനാഥ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിനുള്ളിലെ അന്തരീക്ഷം വളരെ ശാന്തവും ആത്മീയവുമാണ്. ഒരു കാലത്ത് ജൈന വ്യാപാരികൾ ജയ്സാൽമീറിലെ വ്യാപാരത്തിലും നഗരവികസനത്തിലും പ്രധാന പങ്കുവഹിച്ചിരുന്നു. അവരുടെ സമ്പന്നതയും ഭക്തിയും കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭംഗിയുറ്റ ക്ഷേത്രങ്ങൾ പണികഴിക്കപ്പെട്ടത്. ഇന്നും ആയിരക്കണക്കിന് പേർ ഇവിടെ എത്തി ഈ ക്ഷേത്രങ്ങളുടെ കലാരൂപങ്ങളും ചരിത്രവും ആസ്വദിക്കാറുണ്ട്. പഴയ കാലത്ത് സംഗീത നൃത്ത പരിപാടികളും പ്രധാന ഉത്സവങ്ങളുമെല്ലാം ദർബാറിൽ തന്നെ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ അവിടെ എത്തുന്നവർക്ക് ചരിത്രം പറഞ്ഞു തരുന്ന ശാന്തമായ ഒരു ഇടം പോലെ തോന്നും. ജയ്സാൽമീർ കോട്ട ഇന്ത്യയിലെ തന്നെ മനുഷ്യർ ജീവിക്കുന്ന ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നാണ്. 1156 രജ്പുത് രാജാവായ റാവൽ ജയ്സൽ ആണിത് പണി കഴിപ്പിച്ചത്.
കോട്ട പണിയാൻ ഉപയോഗിച്ചത് പ്രധാനമായും ജയ്സാൽമീറിനോട് ചേർന്നുള്ള കുന്നുകളിൽ നിന്ന് ലഭിച്ച മഞ്ഞ മണൽക്കല്ലാണ്. ഈ കല്ലുകൾ മുഴുവൻ മരുഭൂമിയിലെ കടുത്ത ചൂടിലും തണുപ്പിലും പോലും ദീർഘകാലം തകരാതെ നിലനിൽക്കാൻ കഴിവുള്ളവയാണ്. സൂര്യപ്രകാശം പതിക്കുമ്പോൾ കോട്ട മുഴുവൻ സ്വർണ്ണ നിറത്തിൽ മിന്നുന്നതുപോലെ കാണപ്പെടുന്നതിനാൽ ഇവ സോനാർ കില അഥവാ ഗോൾഡൻ ഫോർട്ട് എന്ന പേര് ലഭിച്ചു. കോട്ടയ്ക്കുള്ളിലെ കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും വീടുകളും എല്ലാം ഇതേ മണൽക്കല്ലുകൊണ്ടാണ് പണി കഴിപ്പിച്ചത്. പ്രത്യേകിച്ച് കല്ലുകളിൽ ചെയ്ത കൊത്തുപണികൾ വളരെ സൂക്ഷ്മമാണ്. ഇന്നും അതിൻ്റെ സൗന്ദര്യം നിലനിർത്തുന്നുണ്ട്.